അവരിത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടട്ടെ എന്ന് മാത്രമേ ചിന്തിക്കൂ. നിങ്ങൾ എന്നും ഒരു വേസ്റ്റ് ആയിരിക്കും. ആ വിളി 1-2 ദിവസം നിങ്ങളടുത്തേക്ക് എന്നെ തിരിച്ചു വരും. നിങ്ങൾ എത്രയൊക്കെ പിന്നാലെ പോയിട്ടും അവരിപ്പോഴും നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നിങ്ങളിങ്ങനെ ബാക്കിൽ ചേസ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് അവർ നിങ്ങളടുത്തേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ ചേസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുകയല്ല ചെയ്യുന്നത്. എത്രയാണോ ഇഷ്ടം ഉണ്ടായിരുന്നത് അതിൽ നിന്നും പിന്നെയും കുറഞ്ഞു പോവുക ചെയ്യുന്നത്. നിങ്ങൾ ഈ ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ വന്നിട്ട് അവരിത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടട്ടെ എന്ന് മാത്രമേ ചിന്തിക്കൂ. അപ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നവരോട് നിങ്ങൾ തിരിച്ച് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് എന്നെ തിരിച്ചു വരും. കാരണം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ കൊണ്ടോ അതല്ലെങ്കിൽ അപ്പോഴത്തെ തിരക്ക് കൊണ്ടോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാവും. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളതും കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് ചെയ്യേണ്ട കാര്യം അവരെങ്ങനെയാണോ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് തിരിച്ചും അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവർക്ക് കുറച്ച് സമയം കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവർക്ക് നിങ്ങളെ വേണോ വേണ്ടേ എന്നുള്ളത്. അതായത് നിങ്ങൾ ഡെയിലി അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, കുറച്ചൊന്ന് കുറയ്ക്കുക. ആ വിളി 1-2 ദിവസം അല്ലെങ്കിൽ മാക്സിമം 10 ദിവസത്തേക്കെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ വിളിച്ചിരിക്കും. അതല്ല അവർ വിളിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക അവർ നിങ്ങൾക്ക് അത്രേ ഇമ്പോർട്ടൻ്റ് തന്നിട്ടുള്ളൂ. അവർക്ക് നിങ്ങളെ വേണ്ട എന്നുള്ളത്. നിങ്ങളെ വേണ്ടാത്ത ഒരാളെ ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അങ്ങനത്തെ ഒരാളെ കൂടെ നിങ്ങൾ ലൈഫ് സ്പെൻഡ് ചെയ്തിട്ട് എന്ത് കാര്യമാണ്? നിങ്ങൾ എന്നും ഒരു വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവർക്ക് കുറച്ച് സമയം കൊടുക്കുക. അവരെങ്ങനെയാണോ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് തിരിച്ചതുപോലെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ആൾക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾ തിരിച്ചു വരും. നിങ്ങൾക്ക് പഴയതുപോലെ ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അല്ലാതെ ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിലോ വിളിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പേരിലോ ഒന്നും തന്നെ നിങ്ങൾ അതിനെ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ബാക്കിൽ പോയി പിന്നാലെ പോയി ഇങ്ങനെ ചേസ് ചെയ്ത് അവരെ ഇറിറ്റേറ്റ് ചെയ്ത് ഉള്ള സ്നേഹം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അവരെ അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചു അവോയ്ഡ് ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങൾ അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. സെൽഫായിട്ട് നമ്മൾ ലവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സെൽഫായിട്ടുള്ളൊരു ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ഗോളാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടി ആണെങ്കിലോ അതെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലാതെ ആ ഒരാളെ പിന്നാലെ മാത്രം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമാവും. വെറുതെ അവരുടെ സോഷ്യൽ മീഡിയ കയറിയിട്ട് അവരെ ചെക്ക് ചെയ്യാതിരിക്കുക, അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ നോക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് ഒരിക്കലും നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു സൈഡാക്കിയിട്ട് ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമാണെന്ന് വിചാരിച്ചിട്ട് ഈ ഒരാളെ നിങ്ങൾക്ക് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങളെ കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 10-15 ദിവസം കഴിയുമ്പോഴേക്കും ഈ ആൾ തിരിച്ച് വിളിക്കുന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ട് എടുത്തിട്ട് സംസാരിച്ചിട്ട് ആ ഒരു റിലേഷൻ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ആ ആൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ തിരിച്ച് വിളിച്ചിട്ടുണ്ടാവുക. അതല്ല, തിരിച്ച് വിളിച്ചിട്ടില്ല, ആൾക്ക് നമുക്ക് മിസ് ചെയ്യുന്ന യാതൊരു മിസ്സിങ്ങും ആ ഒരു സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് ആ ഒരു റിലേഷൻ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ഇത്രയും ഇറിറ്റേറ്റ് ചെയ്തിട്ട് ബാക്കിൽ പോയിട്ട് നമ്മളിങ്ങനെ പിന്നാലെ പിടിച്ച് പറ്റി വാങ്ങിക്കേണ്ട ഒന്നല്ല സ്നേഹം എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്ര എൻജോയ് ചെയ്ത് ഹാപ്പിനെസ്സോട് കൂടി മുന്നോട്ട് പോകേണ്ട ഒന്നാണ്. അപ്പോൾ റിസ്ക് എടുത്ത് എഫേർട്ട് ഇട്ടിട്ട് ഒരാളെ സൈഡ് മാത്രം ഇതാക്കിയിട്ട് കൊണ്ടുപോകേണ്ട ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കി മൂവ് ഓൺ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്